രാജ്യത്ത് സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വദേശ് ദർശൻ 2.0. ഡിസംബർ 18 ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം, രാജ്യാന്തര കുടിയേറ്റ ദിനം കൂടിയാണ്. സാങ്കേതിക വിദ്യാ സർവകലാശാല വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ സിസ തോമസ് ആണ്. ആണവോർജ മേഖലയിൽ സ്വകാര്യ വിദേശ പങ്കാളിത്തം വ്യവസ്ഥ ചെയ്യുന്ന ശാന്തി ബിൽ ലോക്സഭ പാസാക്കിയതെന്നാണ് 2025 ഡിസംബർ 17 സഹകരണ ബാങ്കുകൾക്ക് ഡിജിറ്റൽ ഇടപാട് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ തുടങ്ങിയ സഹകാർ സാരഥിയിൽ അംഗമായ ബാങ്കാണ് കേരള ബാങ്ക്. കോർ ബാങ്കിംഗ്, ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ്, UPI, സൈബർ സുരക്ഷാ ചട്ടക്കൂട് എന്നിവയെല്ലാം സഹകരണ ബാങ്കുകൾക്ക് ഉറപ്പാക്കുകയാണ് സഹകാർ സാരഥിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നബാർഡ് നിയന്ത്രണത്തിലാണ് സഹകാർ സാരഥി. 2025 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന ത്രിരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? ജോർദാൻ, എത്യോപ്യ, ഒമാൻ. മോദിക്ക് എത്യോപ്യയുടെ പരമോന്നത ബഹുമതി ഉണ്ട്. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഓഫ് എത്യോപ്യ മോദിക്ക് സമ്മാനിച്ചു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതി കിട്ടുന്ന ആദ്യ രാഷ്ട്ര നേതാവാണ് നരേന്ദ്രമോദി. നിഷാൻ ഓഫ് എത്യോപ്യ. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് അപ്പാച്ചെ AH-64E ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? അമേരിക്ക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആശയവിനിമയങ്ങൾ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യവുമായി പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ച മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് ബീപ്പ്. ചൈനീസ് സാമൂഹിക മാധ്യമമായ WeChatനെ ആധാരമാക്കിയാണ് ബീപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാവുന്നത് സെനഗലാണ്. 2026 നടക്കുന്ന 4ാം യൂത്ത് ഒളിമ്പിക്സിന് വേദിയാവുന്നത്. ആഫ്രിക്കൻ മണ്ണിൽ നടക്കുന്ന ആദ്യ ഒളിമ്പിക്സാണ് ഇത്. 2026 ഒക്ടോബർ 31 മുതൽ നവംബർ 13 വരെ സെനഗലിലെ ഡാക്കറിൽ നടക്കും. യൂത്ത് ഒളിമ്പിക്സിൻ്റെ മെഡൽ രൂപകൽപ്പന ചെയ്തതിൽ അംഗീകാരം നേടിയ മലയാളിയാണ് എലിഷുബ ജോ അബ്രഹാം. 3ാം സ്ഥാനം ലഭിച്ചു. ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ചായി നിയമിതനായത് R. ശ്രീധർ. ഇൻഷുറൻസ് ഭേദഗതി ബില്ലിന് പാർലമെൻറ്റ് അംഗീകാരം. സബ്കാ ബീമ സബ്കി രക്ഷ എന്നാണ് ഇൻഷുറൻസ് ഭേദഗതി ബില്ല്. കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് റോയ് എബ്രഹാം. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റായി നിയമിതനായത് VN പ്രസോദ്. ദേശീയ സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളം. ദേശീയ സ്കൂൾ കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളമാണ്. നേരത്തെ സീനിയർ സബ് ജൂനിയർ വിഭാഗത്തിലും കിരീടം കേരളം നേടിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ ഔദ്യോഗിക ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ CU.